ഷോപ്പിലെ മുഴുവൻ കാര്യങ്ങളും നടക്കണമെങ്കിൽ മാനേജർ ഒറ്റയ്ക്ക് വിചാരിച്ചാലും പറ്റില്ല. പല ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്, ഫിനാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് നടക്കണം. ഈ മാനേജർ വർക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് മറ്റുള്ള പല ഡെസിഗ്നേഷൻസിലുള്ള വർക്ക് പ്രൊഫൈൽസിൻ്റെ ഒരു ചെറിയ രൂപമായിരിക്കും ഇതിലോട്ട് വരിക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും വർക്ക് പ്രൊഫൈൽസിൻ്റെ ചില കണ്ടൻറ്റുകൾ ഈ മാനേജറുടെ വർക്ക് പ്രൊഫൈലിൽ വരും. ഈ വരുന്ന വർക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ഓണർ ആ സ്ഥാപനത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു വർക്ക് പ്രൊഫൈലായിരിക്കും മാനേജറുടെ വർക്ക് പ്രൊഫൈലായിട്ട് വരിക. ഞങ്ങളുടെയൊക്കെ ബിസിനസ്സിലെ ഒരു മാനേജർ നമുക്ക് 51 കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറയുന്നുണ്ട്. ഈ 51 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ബാക്കി വരുന്ന 17 ഡെസിഗ്നേഷൻസിലുള്ള, അതായത് അക്കൗണ്ട്സ്, ഫിനാൻസ്, മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന എല്ലാ ഡെസിഗ്നേഷൻസിലും ഉള്ള പോയിൻറ്റിൻ്റെ ഒരു രൂപമായിരിക്കും മാനേജർ വർക്ക് പ്രൊഫൈൽ വരിക. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് മാനേജർ വർക്ക് പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനേജറെ ഓണർ ഫോളോ അപ്പ് ചെയ്താൽ ശ്രമിച്ചാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു മാനേജറെ സൃഷ്ടിക്കാൻ പറ്റും. അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ ആ സ്ഥാപനത്തിൽ വരും.